ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കെയ്റോ എന്ന ബ്രാൻഡിൻ്റെ സ്ലാബ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു ടേബിൾ ടോപ്പ് ലൈറ്റാണത്. സ്ട്രീമേഴ്സിനും അതുപോലെ തന്നെ ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൈറ്റാണ്. 300 ഡേയ്സ് വാറണ്ടി ആയിട്ട് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു കണ്ടെയ്നറുണ്ട്. അതിന് പുറമെ നമുക്കൊരു കാർഡ് കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് അവരുടെ ബ്രാൻഡിങ് ചെയ്തിട്ടുള്ളൊരു കാർഡാണ്. അത് ചെറിയൊരു ചളക്കും കാര്യങ്ങളുണ്ട്. മേ ബി അതിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടായിരിക്കും. അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് അതിൻ്റെ ബട്ടൺസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് പുറമെ നമുക്ക് 2 സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. ഒരു വൈറ്റ് കളറിലുള്ള സ്റ്റിക്കറും ഒരു ബ്ലാക്ക് കളറിലുള്ളതും. അതിൻ്റെ ലോഗോ കൊടുത്തിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. നമുക്ക് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആരെങ്കിലും യൂസ് ചെയ്യാറുണ്ടോയെന്ന്. എനിവേ ഞാനത് യൂസ് ചെയ്യുന്നില്ല. നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പുറം നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ ഹെഡ് കിട്ടുന്നുണ്ട്. നമ്മൾ വളരെ നല്ലൊരു വലിപ്പത്തിലുള്ള ഒരു ലൈറ്റ് ഹെഡാണത്. പ്ലാസ്റ്റിക് മെയ്ഡാണ്, എന്നാലും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ബാക്ക് സൈഡിൽ 4 ബട്ടൺസ് കാണാം. ഒന്ന് ഒരു ഓൺ ഓഫ് ബട്ടൺ, പിന്നെ 2 ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്യാനുള്ള, ഒരു മോഡ് ചേഞ്ച് ചെയ്യാനുള്ള, അങ്ങനെയാണ് 4 ബട്ടൺസ് അതിനകത്ത് വരിക. പിന്നെ അതിൻ്റെ സ്റ്റാൻഡിലേക്ക് ഹോൾഡ് ചെയ്യുന്ന പാർട്ടാണിത്. ഇതിനകത്ത് നല്ല ക്വാളിറ്റിയിലുള്ളൊരു ത്രെഡും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല പ്ലാസ്റ്റിക് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു അമേസിങ് പ്രൊഡക്റ്റാണത്. പറയാതിരിക്കാൻ വയ്യ. നമുക്ക് അതുപോലെയുള്ളൊരു ക്വാളിറ്റി നമുക്ക് അതിനകത്ത് അവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ അതിനകത്തൊരു മൊബൈൽ ഹോൾഡർ കിട്ടുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ട്രീം ചെയ്യുമോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതോ നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ടാണ് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സ്റ്റാൻഡാണത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് പൗഡർ കോട്ടഡ് ആയിട്ടുള്ള മെറ്റലായിട്ടുള്ള ഒരു ബോഡിയാണ് കേട്ടോ. നമുക്കതിനകത്ത് ത്രെഡ് ഉണ്ട്. ആ ത്രെഡ് നമുക്ക് ലൂസ് ചെയ്തിട്ട് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എക്സ്റ്റെൻഡബിൾ ആണ് കുറച്ച് വരെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അധികം ഇല്ല. നമ്മളൊരു ടേബിൾ ടോപ്പ് ആയിട്ടുള്ളൊരു ലൈറ്റാണിത്. അപ്പോൾ അതിലും അധികം ലെങ്ത് ഇല്ല ഒരു ട്രങ്കിന് അതിൻ്റെ. പിന്നെ നമുക്ക് ഈ ബാക്കിൽ കാണുന്നത് അതിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ടാണ്. നമുക്ക് ആ ബേസ് ഒന്ന് നോക്കാം. സോ ഇതാണ് നമ്മൾക്ക് ആ ബേസ് ആയിട്ട് വരുന്നത്. ത്രെഡഡ് ആണ്, മെറ്റലാണ്. അതിൻ്റെ ബാക്കിൽ നമുക്കൊരു റബ്ബർ ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊരു ടേബിളിൽ വെക്കുമ്പോൾ നമുക്ക് തെന്നി മാറി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റബ്ബറിൻ്റെ ഒരു ബാക്ക് പാർട്ട് നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബോക്സിനകത്തുള്ളത്. നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇത് വരുന്നത് നമുക്കിവിടെ അതിൻ്റെ ബേസാണ് കേട്ടോ. ഈ ബേസിലേക്കാണ് നമ്മൾ നമ്മുടെ ആ സ്റ്റിക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്റ്റിക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അതിൻ്റെ ഹെഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഹെഡിലേക്ക് കണക്ട് ചെയ്യുന്നത് ആ സ്റ്റിക്കിൻ്റെ ഒരു അലൂമിനിയം കളറിലുള്ളൊരു പാർട്ടാണ്. അത് ത്രെഡഡ് അല്ല. നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു കീ ഉണ്ട്. നമുക്കൊരു സ്ക്രൂ ടൈപ്പ് ഒരു കീ ഉണ്ട്. ആ കീ വെച്ചിട്ടാണ് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടത്. സോ ആ കീ നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ എടുത്തില്ലായിരുന്നു. സോ നമുക്ക് ആ കീ ഒന്ന് എടുത്തിട്ട് വരാം. ഇതാണ് ആ കീ. സോ ഈ കീ നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് പൊട്ടിപ്പോവില്ല. നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആ കീക്ക് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കീ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഹെഡ്, ആ ഒരു ലാമ്പിൻ്റെ ഹെഡൊന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് ആ കീ ഒന്ന് ആദ്യമേ സ്ക്രൂ ചെയ്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ പതുക്കെ ആ ഒരു ഹെഡ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ എനിക്ക് ഏകദേശം 2000+, അധികം ഇല്ല, 2200 സംതിങ് എന്തോ ആണ് എനിക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. പിന്നെ നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് കേട്ടോ ഞാനത് എടുത്തത്. കാരണം ഞാൻ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എനിക്കധികം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തത്. ചെറിയ അൺബോക്സിങ് കാര്യങ്ങളെ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് മതി അതിന് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് എടുത്തത് കേട്ടോ. നമുക്കതിൻ്റെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. ഞാനത് ഇപ്പോൾ അത്യാവശ്യം ഒരു മൊബൈൽ മാത്രം വെച്ചിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു വ്യൂ എൻ്റെ കയ്യിലില്ല ഇപ്പോൾ. ഞാനത് ഇനിയുള്ള വീഡിയോസിൽ അത് കൊണ്ടുവരാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മളതിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കണക്ട് ചെയ്യാം. USB ആണ് അതിൻ്റെ കണക്ടർ വരുന്നത്. അപ്പോൾ നമുക്കൊരു പവർ ബാങ്ക് ഉണ്ട്, നമുക്ക് പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ അത്യാവശ്യം സ്ട്രീമിങ്ങോ അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പം പവർ പോയിട്ടുള്ള അവസ്ഥയിൽ നമുക്കത് പവർ ബാങ്ക് വഴി കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു പവർ ബാങ്ക് ഉണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ കേബിൾ അത്യാവശ്യം നല്ല ലെങ്തി കേബിളാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത്യാവശ്യം ഇപ്പോൾ കുറച്ച് ദൂരെയാണെങ്കിൽ പോലും നമുക്ക് ലൈറ്റ് പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തിട്ട് നോർമൽ മൊബൈൽ ചാർജർ വെച്ചിട്ടാണെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് നമുക്ക് ലൈറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് MIയുടെ ഒരു പവർ ബാങ്കാണ്. ഞാനത് ജസ്റ്റ് കണക്ട് ചെയ്തു. ഈ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്, ഇപ്പോൾ ഉള്ള എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിപ്രോയുടെ ഒരു ടേബിൾ ലാമ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു വ്യത്യാസം കണ്ടോ? നമുക്ക് നല്ലൊരു വ്യത്യാസം നമുക്ക് അതിനകത്ത് ആ ഒരു ലൈറ്റിൽ കാണാൻ പറ്റും. ഞാൻ ഒന്ന് ഓൺ ചെയ്തിട്ട് അല്ല ഓഫ് ചെയ്തിട്ടൊന്നുകൊണ്ട് ഓൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ടേബിൾ ലാമ്പാണ്, ഇത് നമ്മുടെ ലൈറ്റാണ്. അപ്പോൾ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളെല്ലാം പോയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 1455 അത്ര എന്തോ ലൂമിനസ് ഉള്ള ഒരു ലൈറ്റാണത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കവിടെ കിട്ടും. നോർമലി നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷെയ്ഡ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ ഓൾറെഡി ഒരു ബൾബുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് 5 ടെമ്പറേച്ചർ മോഡ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് മോഡും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമുക്ക് അതിനകത്ത് ബാക്ക് സൈഡിൽ 4 സ്വിച്ച് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രൈറ്റ്നസ് കുറഞ്ഞെന്ന് കൂടുതലേക്കാണ് ഞാനിപ്പോൾ കൊടുത്തത് കേട്ടോ. ഇത് ഡിഫറെൻറ്റ് മോഡുകളാണ്, വാം, കൂള്, ആ ഒരു മോഡിൽ നമുക്ക് 5 മോഡ്സ് ഉണ്ട്. അപ്പോൾ അധികമൊന്നുമില്ല, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക, അതിൻ്റെ റിവ്യൂസ് എല്ലാം നോക്കുക. എനിക്കിഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നല്ലൊരു പ്രൊഡക്റ്റാണ്. താങ്ക് യു.